ഞാൻ അങ്ങനെ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി രാത്രി നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് ചപ്പാത്തിയും അതിൻ്റെ കൂടെ മോൻ്റെ ഇഷ്ട കറിയായ പനീർ കുറുമയുമാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. ആദ്യമായിട്ട് സവാള 2 എണ്ണം കുനുകുനെ അരിഞ്ഞത്, പനീർ ചെറിയ കഷ്ണങ്ങളാക്കിയത്. അടുത്തതായി മിക്സിയുടെ ഒരു ജാറിൽ ഒരു അല്ലി ഇഞ്ചി, ഒരു 10 ചെറിയ ഉള്ളി, 2 തക്കാളി, 10-15 നട്ട്സ് ഇത്രയും ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു. അടുത്തതായിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സ്ലൈസസ് ആക്കി വെച്ചിരിക്കുന്ന സവാള ഇതിനകത്ത് ഇട്ട് വഴറ്റുക. സവാള ഒരുവിധം നല്ല ചുവപ്പ് ആകുമ്പോഴേക്കും കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില, ഇത് രണ്ടും ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ പൊടി ചേർക്കാം. അതിനായി ആദ്യമേ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇവയിട്ട് വീണ്ടും ഇളക്കുക. ചെറിയ തീയിൽ വേണം ഇത് വഴറ്റേണ്ടുന്നത്, അല്ലെങ്കിൽ കരിയും. അങ്ങനെ പൊടിയും നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി നമ്മൾക്ക് മിക്സിയിൽ അരച്ച് വച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. മിക്സിയിൽ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വച്ചിരിക്കുന്ന ചേരുവയും അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് സമയം ഇളക്കി യോജിപ്പിക്കണം. അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. വീണ്ടും ഇളക്കുക. പനീറും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സഫിഷ്യൻറ്റ് വെള്ളം ചേർക്കാം. അവരവർക്ക് ചാറ് എന്തുമാത്രം വേണം അതനുസരിച്ച് വെള്ളം ചേർക്കാം. ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ചേർക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ആവശ്യാനുസരണം ഇളക്കി യോജിപ്പിച്ച് ഒരു സ്പൂൺ അവരവരുടെ ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പനീർ കുറുമ റെഡി. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്.